ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു ക്രീം നമുക്ക് ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാനും സ്കിൻ ഡ്രൈ ആവാതെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ലോങ് ടൈം യൂസ് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് ഫെയ്ഡ് ആവും, മൗത്തിന് ചുറ്റുള്ളൊരു പിഗ്മെൻറ്റേഷൻ നല്ലപോലെ കുറയ്ക്കും. അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറ്റി ഈവൻ സ്കിൻ ടോൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ സാഗായി പോകുന്നത് കുറച്ച് സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്ത് റിങ്കിൾസ് ഒക്കെ നല്ലപോലെ കുറച്ച് സ്കിൻ നല്ലൊരു ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ക്രീമാണ്. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും, ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ക്രീം എന്താ പറയുക, ഒരു 7 days ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പം 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. ഡെയിലി നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. ഇനി ഓയിൽ പറ്റാത്ത സ്കിൻ ടൈപ്പാരുണ്ടല്ലോ, എത്ര ഡ്രൈ സ്കിൻ ആണെങ്കിലും ചിലർക്ക് ഓയിൽ പറ്റണമെന്നില്ല. ഇനി ഓയിൽ പറ്റാത്തവർക്കും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയത് റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് നമുക്ക് വേണം. അപ്പോൾ ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുക്കാം, എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ എടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻ ഇയുടെ ഓയിൽ എടുക്കാം, കുക്കുമാതി ഓയിൽ എടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിടെ എന്താ പറയുക, പ്യുവറായിട്ട് കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് ഓയിലാണോ കയ്യിലുള്ളത് അതെടുക്കാം. ഏതായാലും എടുക്കുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ എടുക്കുക. റോസ് വാട്ടർ ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഗ്ലിസറിനാണ്. ഇത് ഞാൻ വിഷ് കെയറിൻ്റെ ഗ്ലിസറിനാണ്. ഇത് പ്യുവറായിട്ടുള്ള ഗ്ലിസറിനാണ്. ഇത് സ്കിന്നിലും ഹെയറിലും ബോഡിയിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എന്താ പറയുക ഒരു ഗ്ലിസറിനാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പം ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഗ്ലിസറിനാണ്. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലാണ്, നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ. അതിൻ്റെ നിബ്ബ് വരുന്നുണ്ട്, ക്യാപ്പിൻ്റെ പോർഷനൊക്കെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ഇനി ഗ്ലിസറിൻ നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലിസറിൻ ഏതാണോ ഉള്ളത് അതെടുക്കാം. സ്കിന്നിന് യൂസ് ചെയ്യുന്നതാവണമെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് പിമ്പിൾസ് ആക്നെയൊക്കെ വരുന്ന സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്നത് റോസ്മേരിയാണ്. നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏതെടുക്കാം, ടീ ട്രീയോ അങ്ങനെ ഏതെങ്കിലും എടുക്കാം. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. വിറ്റമിൻ ഇയുടെ ഓയിൽ 2-3 ഡ്രോപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇത് ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു പിരിപിരുത്ത കൺസിസ്റ്റൻസി ആവും കേട്ടോ. പിന്നെ ഗ്ലിസറിൻ നമുക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. സ്കിന്നിന് യൂസ് ചെയ്യുന്നതാവണം. മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണോ ഉള്ളത് അതെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് അലോവേരയുടെ ജെല്ലാണ്. ഇത് റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് ഞാൻ എടുക്കുന്നത്. റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കുമ്പോഴാണ് നമുക്ക് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് നോർമൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് എടുക്കാം. മാക്സിമം നമുക്കൊരു 7 days ഒക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ. റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് എടുക്കണമെങ്കിൽ 30 days വരെ ഈർപ്പമൊന്നും തട്ടാതെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ എപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്താൽ കുറേ കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത അലോവേര ജെല്ല് കഴിമേ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇതിൻ്റെ 3rd ബോട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ. 3rd or 4th ബോട്ടിലാണ് കേട്ടോ. ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഇവരുടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നല്ല കൺവീനിയൻ്റ് ആണ് ഈ ഒരു അലോവേര ജെല്ല്. അതുമാത്രമല്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് 1 kg അലോവേര ജെല്ല് അറൗണ്ട് ഒരു 300 സംതിങ്ങിന് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, അലോവേര ജെല്ലാണ് എടുക്കുന്നത്. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂണോളം 2, 2.5, 3 ടേബിൾ സ്പൂണോളം അലോവേരയുടെ ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങൾ ഫ്രഷ് ജ്യൂസാണ് എടുക്കണമെങ്കിൽ ഒരു ഇരട്ടി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ അതിൻ്റെ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുക്കും, ഒരു 2 to 3 minutes നമ്മൾ മിക്സ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് ഇത് വരുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ വൈറ്റ് കളർ ആയിട്ട് മാറും. ഇത് നമ്മൾ ക്ലിയർ കളറായിരുന്നല്ലോ നമ്മൾ അലോവേര ജെല്ല് ചേർക്കുന്നത് വരെയും. അത് കഴിഞ്ഞ് നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പം നല്ലൊരു പ്യുവർ വൈറ്റ് കളറിലേക്ക് ഇത് മാറും കേട്ടോ. അതാണ് ഈ ഒരു എന്താ പറയുക ക്രീമി ടെക്സ്ചറിലേക്ക് വരിക. അപ്പോൾ
എത്ര മിക്സ് ചെയ്യുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഒരു 3 മിനിറ്റ്സ് ഒക്കെ എടുത്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, നമ്മുടെ സാഫ്രോൺ അതായത് കുങ്കുമപ്പൂവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഓപ്ഷണലാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പിഞ്ച് ഓഫ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണം, ഒട്ടും തരിയില്ലാത്തത്. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന കോഫി പൗഡർ ഉണ്ട്, നെസ്ലയുടേതും ഒക്കെ, അതൊക്കെ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. അതിനൊട്ടും തന്നെ തരിയില്ല. നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ അത് നന്നായിട്ട് ലയിച്ച് പോകും. അപ്പോൾ സാഫ്രോൺ ഉള്ളവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളവർക്കും അത് ചേർക്കാം, ഇല്ലാത്തവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളവരും ഒരു പിഞ്ച് ഓഫ് കോഫി പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സാഫ്രോൺ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് വരും, നല്ലൊരു യെല്ലോയിഷ് ടിൻറ്റ് വരും. നിങ്ങൾക്ക് ആദ്യം മുതലേ ചേർക്കാൻ സാഫ്രോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിൽ സോക്ക് ചെയ്തതിന് ശേഷം ആ റോസ് വാട്ടറിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലാസ്റ്റ് പ്രൊസീജിയറായിട്ട് ചെയ്യാം. റോസ് വാട്ടറിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി എന്താ പറയുക മൈൽഡാവും. അതായത് സാഫ്രോൺ ആ റോസ് വാട്ടറുമായിട്ട് നന്നായിട്ട് കുതിർന്നിട്ട് പെട്ടെന്ന് ക്രീമുമായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടാൻ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഞാനൊരു പിഞ്ച് ഓഫ് സാഫ്രോൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സാഫ്രോൺ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോഫി പൗഡർ ആഡ് ചെയ്തെടുക്കാം, ഇല്ലാത്തവർക്കും കോഫി പൗഡർ എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് യെല്ലോ കളറിൽ നമുക്ക് കിട്ടും. എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിൽ 30 ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജുള്ളവർ ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാനായിട്ട് നോക്കാം കേട്ടോ. ഇനി എങ്ങനെ യൂസ് ചെയ്യണേ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്രീം തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സാഫ്രോൺ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാം സാഫ്രോൺ നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നതും നമുക്ക് നല്ലതാണ്. ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടോ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, നല്ലൊരു യെല്ലോ കളറിൽ. ഇനി ഈ ഒരു ക്രീം നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും യൂസ് ചെയ്യും. അണ്ടർആംസിൽ പിഗ്മെൻറ്റേഷൻ മാറ്റും, കഴുത്തിന് ചുറ്റുള്ള ഒരു കറുപ്പ് മാറ്റും, കൈമുട്ടിലെ പിഗ്മെൻറ്റേഷൻ മാറ്റും, അതുപോലെ തന്നെ സൺടാൻ നന്നായിട്ട് മാറ്റും. അതിനൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കാണിച്ച പോലെ ഒരു മസാജിങ് റൊട്ടീനും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു മസാജിങ് ക്രീമായിട്ടും യൂസ് ചെയ്യാം. സ്കിന്നിലേക്ക് നന്നായിട്ട് ഈസി ആയിട്ട് ഇത് അബ്സോർവ് ആവും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഓയിലി സ്കിന്നുള്ളവരും ഓയിൽ പറ്റാത്തവരും ആ ഓയിൽ എടുത്തതിന് പകരം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ബാക്കി എല്ലാ പ്രോഡക്ട്സും എടുത്ത് നമ്മൾ അതുപോലെ തന്നെ തയ്യാറാക്കുക. പിന്നെ വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഇയുടെ ഓയിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ കുങ്കുമാതി ഓയിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ലോങ് ടൈം യൂസ്, ഡേ ടൈമിൽ മസ്റ്റായിട്ടും സൺസ്ക്രീനോട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ പറ്റി.